മൺഡേ റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം പെയിൻറ്റിങ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ന്യൂനതകളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രധാനമായും സംഭവിക്കുന്നത് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇപ്പം പറഞ്ഞിരുന്നാൽ ഇപ്പോൾ വളരെ കൂടുതൽ മഴയാണുള്ളത്. ഇപ്പോൾ കൂടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴയെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും സാധ്യമല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പെയിൻറ്റും മഴയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈർപ്പം കൂടുതലായി തങ്ങി നിൽക്കുന്ന ഭിത്തികളിലാണ് കൂടുതലായും ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്, ഈ ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്ന പ്രതിഭാസം കാണുന്നത്. അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈർപ്പം തങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈർപ്പാംശം ഭിത്തിക്കുള്ളിലേക്ക് കടക്കുകയും അത് അവിടെ ഇരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണങ്ങാതെ ഇരുന്നിട്ട് പെയിൻറ്റ് പാളികൾ പതുക്കെ അത് കുമിളകളായി പുറത്തേക്ക് വരും. കുമിളകളായി എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ തീപ്പൊള്ളലേറ്റതുപോലെയുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ പപ്പടം പൊള്ളിച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ. പൂർണ്ണമായും അവിടെ പെയിൻറ്റ് ഇങ്ങനെ കുമിളകളായി വന്ന് നിന്ന് പൊട്ടി അത് ക്രാക്കായി അത് വളരെ വൃത്തികേടായി മാറുന്ന ഈ പ്രതിഭാസത്തിനെയാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ കുറേയധികം മാർഗങ്ങളുണ്ട്. പൂർണ്ണമായും പരിഹാരം ആവുന്നത് അത്ര പൂർണ്ണമായിട്ടില്ല, എന്നാൽ പോലും കുറേയൊക്കെ നമുക്കത് പരിഹരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. സാധാരണയായി ഈർപ്പം തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലും ഭിത്തിക്കുള്ളിലേക്ക് വർഷകാലത്ത് മഴവെള്ളം ചെറിയ വിടവുകളിലൂടെയും വാതിലിലൂടെയും ജനലുകളുടെയും ഭിത്തിയോട് ചേർന്നിരിക്കുന്ന സൂക്ഷ്മമായ വിടവുകളിലൂടെയും സ്ഥിരമായി നനയുന്ന സ്ഥലങ്ങളിലുമാണ് ഇങ്ങനെ കാണാറുള്ളത്. ഭിത്തികൾ പൂർണ്ണമായും ഉണങ്ങുന്നതിന് മുൻപായി പെയിൻറ്റ് ചെയ്താലും ഓരോ കോട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴും ഇടവേളകൾ ആവശ്യമായി ഉണങ്ങുന്നതിന് നൽകാതെയും പെയിൻറ്റ് ചെയ്താലും ഭിത്തി ഒരുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാലും ഈ ബ്ലിസ്റ്ററിങ് എന്ന പ്രതിഭാസം സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം നല്ലവണ്ണം നനച്ചുണക്കിയാൽ ഈ ന്യൂനത ഉണ്ടാവുകയില്ല. കൂടാതെ പെയിൻറ്റുകളിൽ ആവശ്യമായ അളവിൽ ബൈൻഡർ, അതായത് ഗമ്മ് ആവശ്യമായ അളവിൽ ചേർക്കാത്ത കുറഞ്ഞ നിലവാരത്തിലുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്താലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിന് ആദ്യമായി വൈറ്റ് സിമൻറ്റ് അപ്ലൈ ചെയ്യുവാനായി വൈറ്റ് സിമൻറ്റിൽ വെള്ളമൊഴിച്ച് കുഴച്ച് കലക്കുമ്പോൾ 1 കിലോ വൈറ്റ് സിമൻറ്റിന് 50 ഗ്രാം ഫെവിക്കോളോ വാമിക്കോളോ SH ഗം ചേർത്താൽ ഭിത്തിയിൽ ഭംഗിയായി ഒട്ടിച്ചേർന്നിരിക്കുന്നതിന് കഴിയും. അതുപോലെ പുട്ടി മിക്സ് ചെയ്യുമ്പോഴും ഇങ്ങനെ SH ഗം ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിൽ മിക്സ് ചെയ്യുന്നതിനാവശ്യമായ ഗം വാൾ സീലർ എന്ന പേരിൽ ധാരാളം ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങുവാൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേതെങ്കിലും വാങ്ങി മിക്സ് ചെയ്താൽ ഇതിന് പരിഹാരം ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ബ്ലിസ്റ്ററിങ് കാണപ്പെട്ട സ്ഥലങ്ങൾ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഭംഗിയായി സ്ക്രാപ്പ് ചെയ്ത് കഴുകി ഉണങ്ങിയ ശേഷം മേൽപ്പറഞ്ഞ രീതിയിൽ വൈറ്റ് സിമൻറ്റ് 2 കോട്ടും തുടർന്ന് പുട്ടിയും 2 കോട്ട് വീതം അപ്ലൈ ചെയ്യുക. ഓരോ കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഉണങ്ങുവാൻ ആവശ്യമായ സമയം 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി സമയം അനുവദിക്കുക. അതിനുശേഷം 100 ഗ്രേഡിലുള്ള വാട്ടർ എമരി ക്ലോത്ത് ഉപയോഗിച്ച് ഉരച്ച് മിനുസം വരുത്തുക. നല്ല നിരപ്പ് ലഭിച്ചാൽ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. ഉരച്ച പൊടിപടലങ്ങൾ വീണ് കിടക്കുന്ന പരിസരവും കൂടി തുടച്ച് വൃത്തിപ്പെടുത്തുക. പരിസരം വൃത്തിയല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു കാറ്റ് വന്നാൽ പോലും പൊടിപടലങ്ങൾ പെയിൻറ്റിലേക്ക് പടർന്നു പറ്റി എല്ലാം വൃത്തികേടായി പോകും. ഇങ്ങനെ വൃത്തികേടാകുന്നതിനെ സാഗിങ് എന്നും പാച്ചിനസ് എന്നുമാണ് പറയുന്നത്. ആയതിനാൽ പരിസരം കൂടി വൃത്തിയാക്കുകയും വേണം. ഇങ്ങനെ SH ഗം ചേർത്തിട്ടുള്ള ഷുഗർ സീല്, ഡാമ്പ് സീല് എന്നീ പേരുകളിൽ റെഡിമെയ്ഡായി നിർമ്മിച്ചിട്ടുള്ള വാൾ സീലറുകൾ ധാരാളം വാങ്ങുവാൻ ലഭിക്കും. ഇവ വാങ്ങി അധികം വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്ത് കലക്കിയ ശേഷം 2 കോട്ട് അപ്ലൈ ചെയ്തും ബ്ലിസ്റ്ററിങ്ങിന് പരിഹാരം ആകും. തുടർന്ന് 120ൻ്റെ പഴയ എമരി ക്ലോത്ത് ഉപയോഗിച്ച് ഉരച്ച് മിനുസപ്പെടുത്തിയ ശേഷം ലാറ്റക്സ് പെയിൻറ്റ്
2 കോട്ട് അപ്ലൈ ചെയ്ത് പരിഹരിക്കുവാൻ കഴിയും. ലാറ്റക്സ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസായി ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബർ മിൽക്ക് ആകുന്നു. ആയതിനാൽ ഒരു റബ്ബർ കോട്ടിംഗ് ആയി നമുക്ക് ഈ പെയിൻറ്റിങ്ങിനെ നമുക്ക് കണക്കാക്കാം. ഈർപ്പാംശം അല്പം പോലും ഭിത്തിക്കുള്ളിൽ കടക്കുകയുമില്ല. ലാറ്റക്സ് പെയിൻറ്റിന് പകരം അക്രിലിക് എമൾഷൻ പെയിൻറ്റ് അപ്ലൈ ചെയ്താലും മതിയാകും. കിച്ചണുകളിലും ബാത്റൂമുകളിലും എക്സാസ്റ്റ് ഫാൻ ഉപയോഗിച്ചാൽ ഈർപ്പാംശം ഒരു പരിധിവരെ പുറന്തള്ളുന്നതിനാൽ ഇത് കുറേയൊക്കെ പരിഹരിക്കുവാനും കഴിയും. ഇനി മറ്റൊരു കാര്യം, ഇത്രയും വലിയ തുകകളെല്ലാം മുടക്കി കെട്ടിടം ഉണ്ടാക്കി വലിയ കൂടിയ തരം പെയിൻറ്റുകളും അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുറേ ഭീകരന്മാർ നമ്മുടെ വീട്ടിൽ താമസം തുടങ്ങും. അത് ആര് ആണെന്നല്ലേ? അത് പല വിധത്തിലുള്ള ഉറുമ്പുകളും പാറ്റ, പല്ലി, ചിതൽ തുടങ്ങിയുള്ള സംഘങ്ങളാണ്. ഇവർ പതുങ്ങിയിരിക്കുന്നത് വാതിലുകളുടെയും ജനലുകളുടെയും അടിയിൽ തടിയും പ്ലാസ്റ്ററും ചേരുന്ന ഭാഗത്തുള്ള ചെറിയ വിടവുകളിലൂടെ അകത്ത് കടന്ന് വെറുതെ ഇരിക്കുകയല്ല, എല്ലാം തുരന്ന് കാർന്ന് തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ നാം ഉറക്കമുണർന്നു വരുമ്പോൾ വാതിലിൻ്റെ അരികിൽ പൂഴി മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് നാം എല്ലാം കാണാറില്ലേ? അതിന് ആ ചെറിയ വിടവുകൾ അടയ്ക്കുകയാണ് മാർഗം. പുട്ടി വച്ചാലും എന്ത് ചെയ്താലും ശാശ്വത പരിഹാരം ആകുകയില്ല. ഇതിനായി സിലിക്കോൺ പേസ്റ്റ് വാങ്ങുവാൻ കിട്ടും. അതിനോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിനുള്ള പമ്പും വാങ്ങുവാൻ കിട്ടും. ഇത് വാങ്ങി ഈ ചെറുവിടവിലൂടെ പമ്പ് ചെയ്ത് നിറച്ച് ഈ ശത്രുക്കളെ പൂർണ്ണമായി നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് സ്വൈര്യമായി കഴിയുവാൻ സാധിക്കുകയുള്ളൂ. സീൽ ചെയ്യുന്നതിന് ആവശ്യമായ ഗം ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ്. അത് വാങ്ങി ബ്രഷ് ചെയ്ത് സീൽ ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മൾക്ക് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ വീടുകൾ എത്ര വൃത്തിയായി പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി വെച്ചിരുന്നാലും ഓരോ ദിവസവും നമ്മൾ രാവിലെ വീടിനകം തൂക്കുകയും തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി തൂത്ത് വൃത്തിയാക്കുമ്പോൾ അപ്പോഴും കാണും അത്രയും പൊടികൾ. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് ഈ പൊടികളെല്ലാം വന്നു ചേരുന്നത്? എപ്പോഴും ഇത്ര പെട്ടെന്ന് അരമണിക്കൂറിനകം ഇത്ര പൊടികളെങ്ങനെ വീടിനകത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നു എന്ന് നമുക്ക് തോന്നും. കാര്യം പുറത്തെ കാലാവസ്ഥ അനുസരിച്ചൊന്നും അകത്തേക്ക് മണ്ണടിച്ച് കയറുന്നില്ല, പൊടിയൊന്നും അടിച്ച് കയറുന്നില്ല. പക്ഷേ എങ്കിലും വീടിനുള്ളിൽ ധാരാളം പൊടികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വില കൂടിയ പെയിൻറ്റ് മേടിച്ചിരുന്നാലും എത്ര ഭംഗിയായി പെയിൻറ്റ് അടിച്ചിരുന്നാലും ഈ പെയിൻറ്റ് ഭിത്തികളിൽ പറ്റിയിരിക്കുന്ന ആ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോണായിട്ട് വളരെ ചെറിയ അളവിൽ അത് എപ്പോഴും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കൂടിയ പെയിൻ്റ് ആയിരുന്നാലും ആരെല്ലാം എന്തെല്ലാം ഗ്യാരണ്ടി പറഞ്ഞിരുന്നാലും ശരി തന്നെ ഈ പെയിൻറ്റിൻ്റെ വളരെ മൈക്രോണായിട്ടുള്ള ഭാഗം പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കും. അത് എപ്പോഴും അങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ അത് പൊഴിഞ്ഞ് വീഴുന്നത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ പെയിൻറ്റ് പൊടികൾ അങ്ങനെ വീണാണ് ഈ അരമണിക്കൂറിനുള്ളിൽ വീണ്ടും അത്രയും പൊടി ഇങ്ങനെ കൂടി കിടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും തൂത്ത് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരുന്നാൽ ഏറ്റവും ഭംഗിയായിട്ടിരിക്കും നമ്മുടെ വീട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഇനിയുള്ള ന്യൂനതകളും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന സുഹൃത്തുക്കൾക്കും പെയിൻറ്റ് ചെയ്യിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതിൻ്റെ പേരിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.